ചാവക്കാട് പാലയൂർ പള്ളിയിലെ കരോൾ ഗാനം തടഞ്ഞ SIക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് CPM ചാവക്കാട് ഏരിയ സെക്രട്ടറിയാണ് SIക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് CPM നേതൃത്വത്തെ സമീപിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ചാവക്കാട് പാലയൂർ പള്ളിയിലെ കരോൾ SI വിജിത്ത് തടസ്സപ്പെടുത്തിയത്. പള്ളിയിലെത്തിയ SI വിജിത്ത് പുരോഹിതന്മാരോട് മോശമായി സംസാരിച്ചു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ പള്ളിയിലെത്തുന്നതിന് തൊട്ട് മുൻപാണ് സ്ഥലം SI കൂടിയായ വിജിത്ത് എത്തുന്നത്. തുടർന്ന് മൈക്കിലൂടെ കരോൾ ഗാനം ആലപിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് കരോൾ ഗാനം ആലപിക്കുന്നത് തടസ്സപ്പെടുത്തുകയായിരുന്നു. തുടർന്ന് ഇതേക്കുറിച്ച് സംസാരിച്ച ട്രസ്റ്റി അംഗങ്ങളോട് തട്ടിക്കയറുകയും ചെയ്തു. പിന്നാലെ അവിടെ തൂക്കിയിരുന്ന മുഴുവൻ സ്റ്റാറുകളും തൂക്കിയെടുത്ത് ദൂരെ കളയുമെന്നുള്ള ഭീഷണിയും മുഴക്കി. ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ഇതാ. തൃശ്ശൂർ പാലയിൽ പള്ളിയിലാണ് പോലീസ് ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് തടസ്സമുണ്ടാക്കിയത്. ക്രിസ്മസ് ആഘോഷങ്ങൾ എന്ന് പറയുമ്പോൾ ക്രിസ്ത്യാനികളുടെ മതപരമായിട്ടുള്ള ചടങ്ങുകൾ നടത്തുന്ന വളരെ നിർണായകമായിട്ടുള്ള ക്രിസ്മസ് ഈവിലെ പ്രാർത്ഥനയും ക്രിസ്മസ് കുർബാനയ്ക്കുമാണ് ഇവിടെ തടസ്സം നേരിട്ടത്. തൃശ്ശൂർ പാലയൂർ പള്ളിയിലാണ് SI വിജിത്തിൻ്റേതാണ് നടപടി. വിജിത്ത് ഇവിടെ ചെല്ലുകയും പോലീസ് സംഘം അവിടെ മൈക്കിന് അനുമതിയില്ല, മൈക്ക് ലൈസൻസ് എടുത്തിട്ടില്ല എന്ന് പറഞ്ഞ് നടപടിക്രമങ്ങൾ പാലിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ഇതുമായി ബന്ധപ്പെട്ട് കമ്മിറ്റിക്കാരോടും പള്ളിക്കാരോടും അറിയിപ്പ് കൊടുക്കുകയും അതിനുശേഷം നടപടികൾ എടുക്കുകയുമായിരുന്നു. ഇത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയെന്നും ക്രിസ്മസിൻ്റെ ചടങ്ങുകളെ അലങ്കോലപ്പെടുത്തുവാനുള്ള നീക്കമായിരുന്നു എന്നും പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ളൊരു നടപടി ഉണ്ടായി എന്നും ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് CPM തന്നെ ഇപ്പോൾ ഈ SI വിജിത്തിനെതിരെ നടപടി വേണമെന്നും ഇത് കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണ് എന്നും CPMൻ്റെ ലോക്കൽ കമ്മിറ്റി നേതാക്കളും ലോക്കൽ സെക്രട്ടറിയും ഏരിയ സെക്രട്ടറിയും ഒക്കെ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. CPM ഭരണകക്ഷിയായ CPM ഇതിനെതിരായിട്ടുള്ള നിലപാടാണ്. മുമ്പ് നമുക്കറിയാം പാലക്കാട് ക്രിസ്മസിൻ്റെ കരോളുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങളും അവിടെ തടസ്സങ്ങളും ആക്രമണങ്ങളും ഉണ്ടായിരുന്നു. പുൽക്കൂട് തകർത്തിരുന്നു. അതിനെയൊക്കെ കടത്തി വെട്ടിക്കൊണ്ട് ഇപ്പോൾ പള്ളിയിൽ കയറി പോലീസിൻ്റെ ഒരു നടപടി വന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടതും ശ്രദ്ധേയവും. ഇത് പുൽക്കൂട് തകർത്തതോ അല്ലെങ്കിൽ ക്രിസ്മസ് കരോള് തടസ്സപ്പെടുത്തിയതോ അല്ല, പള്ളിയിലെ ചടങ്ങുകൾക്കാണ് ഇവിടെ ഒരു തടസ്സമുണ്ടാക്കിയത്. അത് കേരളത്തിലെ പോലീസിൻ്റെ ഭാഗത്തു നിന്നാണ് ഒരു തടസ്സമുണ്ടായത് എന്നുള്ളതാണ് നിർണായകമായിട്ടുള്ള വിവരം. ഇതുമായി ബന്ധപ്പെട്ട് കമ്മിറ്റിക്കാർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത്തരത്തിൽ കേരളത്തിൽ ഒരിടത്തും ക്രിസ്മസ് കുർബാനയ്ക്ക് രാത്രി പള്ളിയിൽ മൈക്കും കാര്യങ്ങളും ഉപയോഗിക്കുന്നതിന് പ്രത്യേക ലൈസൻസ് എടുക്കാറില്ല. ഇത് വളരെ നൂറ്റാണ്ടുകളായിട്ട് കേരളത്തിലെ കത്തോലിക്ക പള്ളികളിലും ക്രിസ്ത്യൻ ദേവാലയങ്ങളിലും ഇത്തരം ചടങ്ങുകൾ നടക്കുന്നതാണ്. ഇത് ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു സംഭവം പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. കേരളത്തിൽ ഉടനീളം ആയിരക്കണക്കിന് ദേവാലയങ്ങളിൽ ഇത്തരത്തിലുള്ള ചടങ്ങുകൾ ക്രിസ്മസ് രാവിൽ നടക്കുന്നതാണ്. അതുപോലെ ഈസ്റ്റർ ദിനത്തിലും ഇത്തരത്തിലുള്ള പാതിരാ കുർബാനയും മറ്റും നടക്കാറുണ്ട്. ഇപ്പോൾ തൃശ്ശൂർ പാലയൂർ പള്ളിയിൽ നിന്ന് വന്നിരിക്കുന്ന പോലീസിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള ഇടപെടൽ പോലീസിൽ തന്നെ വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പോലീസിൽ ഇദ്ദേഹത്തിനെതിരെ SI വിജിത്തിനെതിരെ നടപടി വേണമെന്നുള്ള അഭിപ്രായം ഉന്നയിച്ചിട്ടുണ്ട്. ഭരണകക്ഷിയായ CPM തന്നെ ഇത് തെറ്റാണ്, ഇത്തരത്തിലുള്ള പോലീസിൻ്റെ നീക്കവും നടപടിയും തെറ്റായിപ്പോയി എന്ന് പറയുമ്പോൾ പോലീസിൻ്റെ തലപ്പത്തിരിക്കുന്നവർക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളുണ്ടോ? തലപ്പത്തിരിക്കുന്ന അതുപോലെ DYSP SP അടക്കമുള്ളവരോട് ആലോചിച്ചിട്ടാണോ ഇത്തരത്തിലുള്ള നടപടി? SI വിജിത്ത് പള്ളിയിൽ ഇത്തരത്തിലുള്ള കുർബാനയ്ക്ക് തടസ്സമുണ്ടാക്കുകയും ചടങ്ങുകൾക്ക് തടസ്സമുണ്ടാക്കുകയും ചെയ്ത നീക്കം നടത്തിയത് എന്ന് സംശയമുണ്ട്. മാത്രമല്ല SI വിജിത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇതിനുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു മറുപടിയായിട്ട് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എല്ലാ ശബ്ദ സന്ദേശങ്ങളും ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും മേലുദ്യോഗസ്ഥർക്ക് കൈമാറിയിട്ടുണ്ട് എന്നാണ്. ശബ്ദ സന്ദേശങ്ങളും അതുപോലെ ഓഡിയോ റെക്കോർഡുകളും മേലുദ്യോഗസ്ഥർക്ക് കൈമാറിയതിന് ശേഷമാണ് നടപടി. തൻ്റെ ഭാഗത്ത് തെറ്റുകളില്ലായും നിയമാനുസൃതമായിട്ടുള്ള നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്നുമാണ് SI വിജിത്ത് ഇതിനെ ന്യായീകരിച്ച് തന്നെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ SI വിജിത്തിൻ്റെ നടപടി മേലുദ്യോഗസ്ഥരുമായിട്ട് ആലോചിച്ചിട്ട് മേലുദ്യോഗസ്ഥരെ തന്നെ അദ്ദേഹം കണക്ട് ചെയ്തിരിക്കുകയാണ്. പോലീസിൻ്റെ ഉന്നത തലങ്ങളിലേക്ക് അറിയിപ്പ് കൊടുത്തതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു നടപടി ഉണ്ടായത് എന്ന് പറയുമ്പോൾ ഇത് ആഭ്യന്തര വകുപ്പിൻ്റെ മോശമായിട്ടുള്ള ക്രിസ്ത്യൻ സമുദായത്തിനും അതുപോലെ തന്നെ ക്രിസ്മസിൻ്റെ രാവിൽ നടത്തിയ കുർബാനയ്ക്കും ചടങ്ങുകൾക്കും തടസ്സം ഉണ്ടാക്കിയത് മേലുദ്യോഗസ്ഥരുമായിട്ട് പോലും ഇത്തരത്തിലുള്ള ഒരു കണക്ഷൻ ഉണ്ട് എന്ന് SI വിജിത്ത് സ്ഥാപിക്കുകയാണ്. പക്ഷേ ഇത് ശരിയാണോ തെറ്റാണോ എന്ന് വ്യക്തമല്ല. എന്താണെങ്കിലും നടപടി ആവശ്യപ്പെട്ട് വിവിധ രാഷ്ട്രീയ കക്ഷികളും പള്ളി കമ്മിറ്റിയും വൈദികരും ഇപ്പോൾ
സമീപിച്ചിട്ടുണ്ട് സർക്കാരിനെ. പോലീസിൻ്റെ ഉന്നതങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് പരാതി കൊടുത്തിട്ടുണ്ട്. മുമ്പ് പാലക്കാട് ഉണ്ടാക്കിയ അക്രമ സംഭവങ്ങളും ക്രിസ്മസ് കരോളും പുൽക്കൂടും തകർത്തതിൻ്റെക്കാൾ കടത്തിവെട്ടിക്കൊണ്ടാണ് ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ക്രിസ്മസ് രാത്രിയിൽ നടത്തിയ കുർബാനയ്ക്ക് തൃശ്ശൂർ പാലിയൂർ പള്ളിയിൽ ഇത്തരത്തിലുള്ള ഒരു തടസ്സം ഉണ്ടാക്കിയത്. SIയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ശക്തമായിട്ടുള്ള നടപടി വേണം എന്ന് പോലീസിൽ തന്നെ ഇപ്പോൾ അഭിപ്രായം ഉയർന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം തൃശൂർ ചാവക്കാട് പാലയൂർ പള്ളിയിൽ പ്രശ്നമുണ്ടാക്കിയ സ്ഥലം SIക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ഒടുവിൽ ഭരണകക്ഷിയായ CPM തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ്. സംസ്ഥാന ആഭ്യന്തര വകുപ്പിനെതിരെ, സംസ്ഥാനത്തെ പോലീസിനെതിരെ ക്രൈസ്തവ സഭാ വിഭാഗങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധം ഉയരുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഒരു അനുനയ നീക്കവുമായി ഇപ്പോൾ CPM രംഗത്ത് വന്നിരിക്കുന്നത്. ചാവക്കാട് ഏരിയ സെക്രട്ടറി തന്നെ SI വിജിത്തിനെതിരെ നടപടി ആവശ്യപ്പെട്ട് രംഗത്ത് വന്നിരിക്കുന്നു. കഴിഞ്ഞ ദിവസമാണ് പാലയൂർ പള്ളിയിലെ കരോൾ SI ഇടപെട്ട് തടസ്സപ്പെടുത്തിയത്. സാധാരണ 9 മണിക്ക് ശേഷമാണ് കരോൾ ഗാനം ആലപിക്കാറുള്ളത്. ഇതിന് മുൻകൂർ അനുമതി വാങ്ങേണ്ട കാര്യമില്ല. പള്ളിക്കുള്ളിലാണ് ഈ പരിപാടി നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കരോൾ ഗാനം മൈക്കിലൂടെ ആലപിക്കാൻ തയ്യാറെടുത്തപ്പോഴാണ് SI സംഭവ സ്ഥലത്തേക്ക് എത്തുന്നത്. തുടർന്ന് SI ട്രസ്റ്റ് അംഗങ്ങളുമായി വാക്കേറ്റത്തിൽ ഏർപ്പെട്ടു. തുടർന്ന് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ ട്രസ്റ്റ് അംഗങ്ങളോട് നക്ഷത്രങ്ങളും മറ്റും തൂക്കിയെറിയുമെന്നുള്ള ഭീഷണിയാണ് SI വിജിത്ത് നടത്തിയതെന്ന് വിവരങ്ങൾ പുറത്തു വരികയാണ്. പിന്നാലെ വളരെ കരുതിക്കൂട്ടിയാണ് SI പള്ളിയിലേക്ക് എത്തിയത് എന്നതിൻ്റെ മറ്റു തെളിവുകളും പുറത്തു വന്നു. കാരണം സ്വന്തം മൊബൈൽ ഫോൺ റെക്കോർഡ് മോഡിലിട്ട് ഈ ദൃശ്യങ്ങളെല്ലാം പകർത്തിക്കൊണ്ടായിരുന്നു SI ഈ കോപ്രായങ്ങളെല്ലാം ചെയ്തത്. പിന്നാലെ SIക്കെതിരെ പരാതികൾ പല കോണുകളിൽ നിന്നും ഉയർന്ന ഘട്ടത്തിൽ മേലുദ്യോഗസ്ഥർക്ക് ടെലിഫോൺ സംഭാഷണങ്ങളടക്കം ദൃശ്യങ്ങളടക്കം അയച്ചു നൽകിക്കൊണ്ടാണ് SI വിജിത്ത് തൻ്റെ ഭാഗം ന്യായീകരിച്ചത്. എന്നാൽ ഇപ്പോൾ അതെല്ലാം മറികടന്നുകൊണ്ട് CPMന്റെ തന്നെ ഏരിയ കമ്മിറ്റിയുടെ ആവശ്യം പുറത്തു വന്നിരിക്കുന്നു. SI വിജിത്തിനെതിരെ നടപടിയെടുക്കണമെന്നാണ് CPMന്റെ ജില്ലാ നേതൃത്വത്തോടും സംസ്ഥാന നേതൃത്വത്തോടും CPMന്റെ ഏരിയ സെക്രട്ടറി ആവശ്യപ്പെട്ടിരിക്കുന്നത്. വിശ്വാസികളുടെ വികാരം വ്രണപ്പെടുത്തി വിശ്വാസികളുടെ മനസ്സിൽ വേദന ഉണ്ടാക്കുന്ന നടപടിയാണ് SIയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. ഒരു തരത്തിലും ന്യായീകരിക്കാവുന്നതല്ല ചാവക്കാട് SIയുടെ ഈ നടപടി എന്ന് ഇപ്പോൾ CPM പ്രാദേശിക നേതൃത്വം തന്നെ പറയുന്നുണ്ട്. കാരണം വളരെ ദൈവികമായ ഒരു ചടങ്ങാണ് ക്രിസ്മസ് തലേന്ന് നടക്കുന്നത്. ആ പ്രാർത്ഥനാ നിർഭരമായ വേളയിൽ ആ വിശ്വാസികളുടെ എല്ലാം വികാരങ്ങൾ വ്രണപ്പെടുത്തുന്ന, വിശ്വാസികളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു നടപടി SIയുടെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ വിഷയം അറിഞ്ഞ ഉടൻ തന്നെ ആ പ്രദേശവാസികൾ, പള്ളിയുടെ ഭാരവാഹികൾ, കേന്ദ്ര സഹമന്ത്രി കൂടിയായ സുരേഷ് ഗോപിയെ, അവരുടെ ജനപ്രതിനിധിയാണ് സുരേഷ് ഗോപിയെ ടെലിഫോണിൽ ബന്ധപ്പെട്ടു. സുരേഷ് ഗോപി മൊബൈൽ ഫോൺ SIക്ക് നൽകാൻ ട്രസ്റ്റ് അംഗങ്ങളോട് ആവശ്യപ്പെട്ടു. എന്നിട്ടും കേന്ദ്ര സഹമന്ത്രിയായ സുരേഷ് ഗോപിയുടെ ഫോൺ വാങ്ങാനോ സംസാരിക്കാനോ SI തയ്യാറായില്ല. അത്രത്തോളം അഹങ്കാരത്തിൻ്റെ മൂർധന്യാവസ്ഥയിലായിരുന്നു ഈ SI എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. പിന്നാലെ സുരേഷ് ഗോപി മുതിർന്ന ഉദ്യോഗസ്ഥരെ ബന്ധപ്പെട്ടു. എന്നിട്ട് മുതിർന്ന ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ട് പോലും അവിടെ കരോൾ ഗാനം ആലപിക്കാൻ ഈ SI വിജിത്ത് അനുവദിച്ചില്ല എന്നുള്ളതാണ് ഈ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. അപ്പോൾ വളരെ കൃത്യമായി കരുതിക്കൂട്ടി ബോധപൂർവം ആ കരോൾ പരിപാടിയെ, ആ ക്രിസ്മസ് പരിപാടിയെ കുളമാക്കുക, അലങ്കോലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് SI വിജിത്ത് എത്തിയതെന്നുള്ളത് വ്യക്തമാണ്. ഇതുകൂടി പുറത്തു വന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ വിജിത്തിനെതിരെ നടപടി ആവശ്യപ്പെട്ട CPMന്റെ ഏരിയ കമ്മിറ്റി പ്രാദേശിക നേതൃത്വം രംഗത്ത് വന്നിരിക്കുന്നത്.